BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള പിന്നിൽ പുരാവസ്തു കള്ളക്കടത്തുകാർ, യഥാർത്ഥ പ്രതികൾ സ്വൈരവിഹാരം നടത്തുന്നു. രമേശ് ചെന്നിത്തല. തൊണ്ടി മുതൽ എവിടെ പോയെന്ന് പോലും അറിയില്ല. അന്തർദേശീയ മാർക്കറ്റിൽ 500 കോടിയിലധികം വിലമതിക്കുന്നതാണ് തൊണ്ടി മുതലുകൾ. പുരാവസ്തുവാക്കി വിൽപ്പന നടത്തുവാനാണ് ശ്രമം നടന്നത്. വൻ സ്രാവുകളെ SIT വലയിലാക്കണം, അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കള്ളക്കടത്തുകാരെന്നും അദ്ദേഹം ആവർത്തിച്ചു. കുറ്റക്കാരായ നേതാക്കൾക്കെതിരെ CPIM നടപടിയെടുത്തില്ലെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. MV ഗോവിന്ദൻ പ്രതികളെ സംരക്ഷിക്കുന്നു. പ്രതികളെ ഭയമാണ് പാർട്ടിക്ക്. പലതും തുറന്നു പറയുമെന്നാണ് പേടി, അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കേണ്ടതില്ലെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. അത് രാഷ്ട്രീയമായി ശരിയല്ല. അവർ നിലവിൽ മറ്റൊരു മുന്നണിയിലാണ്. അവർക്ക് താൽപര്യമുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കാം, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം സത്യസന്ധമായി നടക്കണം. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വിഷയം അടഞ്ഞ അധ്യായം. VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം സത്യസന്ധമായി നടക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കോടതി SIT അന്വേഷണം ഗൌരവത്തിലാണ് കാണുന്നത്. ഹൈക്കോടതി SIT അന്വേഷണം നിർദ്ദേശിച്ചതിനാലാണ് തങ്ങൾ അതിനെ പിന്തുണച്ചത്. അന്വേഷണം മന്ദഗതിയിലായി എന്ന് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. അന്വേഷണം നന്നായി മുന്നോട്ടു പോകും എന്നാണ് പ്രതീക്ഷയെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഓഫീസർമാർ SITക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് VD സതീശൻ ആരോപിച്ചു. അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയും സ്വാധീനിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്മാറണം. ഇതവർ തുടർന്നാൽ ഉറപ്പായും പേര് പറയുമെന്ന് VD സതീശൻ പറഞ്ഞു. SITയിൽ താൻ അവിശ്വാസം രേഖപ്പെടുത്തുന്നില്ലെന്നും വൻ തോക്കുകളെ അവർ പുറത്തു കൊണ്ടുവരുമെന്നും തന്നെയാണ് പ്രതീക്ഷയെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തി ഭാര്യ. മൃതദേഹം ഗ്രൈൻഡറിലിട്ട് ചതച്ചു. ഉത്തർപ്രദേശിൽ സംബൽപൂരിൽ നാടിനെ നടുക്കി അരുംകൊല. ഷൂ വ്യാപാരിയായ ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തി ഭാര്യ. കൊലയ്ക്ക് ശേഷം ശരീരഭാഗം ചാക്കുകളിലാക്കി ഉപേക്ഷിക്കുകയായിരുന്നു. അവശിഷ്ടങ്ങൾ നാട്ടുകാർ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചപ്പോഴാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. ഭർത്താവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഗ്രൈൻഡറിലിട്ട് ചതച്ച ശേഷമാണ് ചാക്കിനുള്ളിലാക്കി ഉപേക്ഷിച്ചത്. ഡിസംബർ 15-നാണ് മൃതദേഹം നാട്ടുകാർ കണ്ടെത്തുന്നത്. വീട്ടിനുള്ളിൽ വച്ചാണ് ഭർത്താവ് രാഹുലിനെ ഭാര്യ റൂബി കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത്. മൃതദേഹ ഭാഗങ്ങൾ ചാക്കിനുള്ളിലാക്കി വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഭർത്താവിനെ കാണാതായെന്ന് ചൂണ്ടിക്കാട്ടി റൂബി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹ ഭാഗങ്ങൾ രാഹുലിന്റേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. തലയുടെ ഭാഗങ്ങൾ ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. മൃതദേഹ ഭാഗങ്ങൾ ഗംഗാനദിയിൽ ഒഴുക്കിയെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. 15 വർഷം മുൻപാണ് രാഹുലിന്റെയും റൂബിയുടെയും വിവാഹം നടന്നത്. ഇവർക്കും 10ഉം 12ഉം വയസ്സുള്ള മക്കളുണ്ട്. വാളയാർ ആൾക്കൂട്ടക്കൊല സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവയ്ക്കുവാൻ CPIM കോൺഗ്രസ് ശ്രമം. C കൃഷ്ണകുമാർ. വാളയാർ ആൾക്കൂട്ടക്കൊലയെ BJPയുടെയും സംഘപരിവാറിന്റെയും തലയിൽ കെട്ടിവയ്ക്കുവാനാണ് CPIMും കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന് BJP നേതാവ് C കൃഷ്ണകുമാർ. MP രാജേഷ് മന്ത്രിക്ക് നിരക്കാത്ത പ്രസ്താവന നടത്തി. ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുന്നത് കോൺഗ്രസുകാരെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. കൊണ്ടോട്ടി രാജേഷ് പാഞ്ചി, അട്ടപ്പാടി മധു കേസിൽ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലം വരുന്നത്. നിലവിൽ അറസ്റ്റിലായ 5 പ്രതികൾക്ക് പുറമെ കൃത്യത്തിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾ നാടുവിട്ടതായി സൂചനയുണ്ട്. റാം നാരായണനെ മർദ്ദിച്ചവരിൽ സ്ത്രീകളുമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ അറസ്റ്റിലായ പാലക്കാട് അട്ടപ്പള്ളം സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, വിപിൻ എന്നിവർ BJP അനുഭാവികളാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. 4ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണ്. മുഹമ്മദ് റിയാസിനെതിരെ മത്സരിപ്പിക്കണം. PV അൻവറിന് സ്വാഗതമോദി ബേപ്പൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ. UDF അസോസിയേറ്റ് അംഗമാക്കിയതിന് പിറകെ PV അൻവറിന് സ്വാഗതമോദി കോഴിക്കോട് ബേപ്പൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കണം എന്നാണ് UDF പ്രവർത്തകരുടെ ആവശ്യം. മുൻ നിലമ്പൂർ MLA PV അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കുവാൻ UDF ഏകോപന സമിതി യോഗം തീരുമാനമെടുത്തതിന് പിറകെയാണ് വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ബേപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തും പാർക്കിനോട് ചേർന്നും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. PV അൻവറിന് ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി PA മുഹമ്മദ് റിയാസിനുമെതിരെ PV അൻവർ തുടർച്ചയായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന് നേതൃത്വം നൽകുന്നത് മുഹമ്മദ് റിയാസാണ് എന്നുമായിരുന്നു അൻവറിന്റെ പരാമർശം. റിയാസിനെതിരെ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ബേപ്പൂരിൽ അൻവർ തന്നെ മത്സരിക്കണം എന്നാണ് UDF പ്രവർത്തകരുടെ ആവശ്യം.
പാലാ നഗരസഭയിൽ ഭരണം പിടിക്കുവാൻ LDFും UDFും പുളിക്കകണ്ടം കൌൺസിലർമാരുമായി ചർച്ച നടത്തി മുന്നണികൾ. കോട്ടയം പാലാ നഗരസഭയിൽ ഭരണം പിടിക്കുവാൻ നിർണായക നീക്കവുമായി LDFും UDFും CPIM നേതാക്കൾ പുളിക്കകണ്ടം കൌൺസിലർമാരുമായി ചർച്ച നടത്തി. കേരള കോൺഗ്രസ് എമ്മിന്റെ മൌനസമ്മതത്തോടെയാണ് നീക്കം. അതേസമയം പുളിക്കകണ്ടം കൌൺസിലർമാരുമായി ചർച്ച നടത്തുവാൻ UDF 3-അംഗ സമിതിയെ നിയോഗിച്ചു. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിർണായക നീക്കങ്ങളാണ് ഇരു മുന്നണികളും നടത്തുന്നത്. ഇനി ഗൂഗിൾ അസിസ്റ്റന്റ് ഇല്ല, പകരം ജെമിനൈ വരും. പുതുവർഷ പ്രഖ്യാപനവുമായി ഗൂഗിൾ. ആൻഡ്രോയിഡിൽ ഗൂഗിൾ അസിസ്റ്റന്റിന് പകരം AI ടൂളായ ജെമിനി എത്തും. 2026 മുതലാകും പുതിയ മാറ്റം നിലവിൽ വരിക. ആൻഡ്രോയിഡ് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ഗൂഗിൾ അസിസ്റ്റന്റിന്റെ iOS ആപ്പ് തുടങ്ങിയവയിലെല്ലാം ഈ പുത്തൻ മാറ്റമെത്തും. ഓരോ രാജ്യങ്ങളിലും ഘട്ടം ഘട്ടമായിട്ടാകും മാറ്റങ്ങൾ കൊണ്ടുവരികയെന്നാണ് ഗൂഗിൾ അറിയിച്ചിരിക്കുന്നത്. 2025 അവസാനത്തോടെ ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ മാറ്റം വരും എന്നായിരുന്നു കമ്പനി അറിയിച്ചിരുന്നത്. എന്നാൽ വർഷാവസാനവും അവധിക്കാല സീസണുമായതിനാൽ ഉപഭോക്താക്കൾക്ക് തടസ്സം നേരിടാതിരിക്കുവാനാണ് പുതുവർഷത്തിലേക്ക് തീരുമാനം ഗൂഗിൾ മാറ്റിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.